ഹായ് ഗൈസ്, ചക്ക കൊണ്ട് എങ്ങനെയാണ് നല്ല ടേസ്റ്റായിട്ടുള്ള ഹൽവ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു കേട്ടോ. പിന്നെ ഇതിൻ്റെ ക്യാമറമാനെല്ലാം ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ് കേട്ടോ. ഈസിയാണ് നമുക്കിത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇപ്പം തുടങ്ങിയിട്ട് ഏകദേശം 2-3 ആഴ്ച ആയി വരുന്നുണ്ട്. സബ്സ്ക്രൈബ് നല്ല കുറവാണ് കേട്ടോ. ചക്ക ഒരൊറ്റ വീട്ടിന് വെട്ടണം എന്നുണ്ടായിനി, പക്ഷെ പറ്റിയിട്ട. മെല്ലെ മുറിച്ചിട്ട് ചെറിയ കുഞ്ഞു പീസായിട്ട് നമുക്കത് നല്ല ഭാഗം അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ടുണ്ടല്ലേ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. പിന്നെ ഇത് നമുക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ് കേട്ടോ. അപ്പോൾ കോൺഫ്ലവർ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാനിത് 100 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിന് 1 ഗ്ലാസ് വെള്ളം നമ്മളെ ഇഷ്ടത്തിന് വെള്ളം ഒഴിക്കാം കേട്ടോ. ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് വെച്ചാൽ വെള്ളം നല്ലോണം ഒഴിച്ചാൽ നമ്മൾ കുറേ സമയം തീയിൽ വെച്ച് ഉരുക്കി എടുക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടത്തിന് ഒഴിച്ചാൽ മതി. പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇങ്ങനെ അണ്ടിപ്പരിപ്പിൻ്റെ ആവശ്യമൊന്നുമില്ലാതെ മറിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വെറുതെ ഒരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി വെച്ചതാണ്, പക്ഷേ അവസാനം കൊളായിട്ടുണ്ട്. അത് വേറെ കാര്യം. ചക്ക നല്ല പാങ്ങൽ മിക്സി ജാറിൽ അരിച്ചെടുക്കണം. അരിച്ചെടുക്കുമ്പോൾ 2 ഏലക്ക കൂടി ഇട്ടിട്ട് അരിച്ചെടുത്താൽ നല്ലൊരു മണമായിരിക്കും. പിന്നെ നല്ല കട്ടിയിലൊരു പാത്രം എടുത്തിട്ട് വേണം നമ്മൾ ഈ സംഭവം ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ നല്ല പാങ്ങൽ ഉരുകിയിട്ട് ഏകദേശം വേകുമ്പോഴത്തേക്ക് നമ്മൾ ഈ കോൺഫ്ലവർ നമ്മൾ മിക്സ് ആക്കിയിട്ട് കലക്കി വെച്ചിട്ട് അത് അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ല ക്ഷമ വേണം, പെട്ടെന്നാവില്ല സംഭവം, കുറച്ച് ടൈം എടുക്കും. പിന്നെ അതിന് നമ്മൾ ഉരുക്കി വെച്ച ശർക്കരയും കൂടി നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ട്, ഒരാൾക്ക് മധുരം കൂടുതൽ ഇഷ്ടം, ഒരാൾക്ക് മധുരം കുറവ്, അങ്ങനെയല്ലേ. അപ്പോൾ നമ്മളെ ടേസ്റ്റിന് മധുരത്തിനനുസരിച്ച് നമുക്ക് ഇടാം. ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഇത് ഉരുളി ആയതുകൊണ്ട് പെട്ടെന്ന് അടി വിട്ട് കിട്ടില്ല. പക്ഷെ നമുക്ക് ഏകദേശം വെന്തിട്ടാകുമ്പോൾ ആ ഒരു സംഭവം മനസ്സിലാവുമല്ലോ. അപ്പോൾ അത് മാറ്റിയെടുക്കാം. അപ്പോൾ എന്നിട്ട് പ്ലേറ്റിലേക്ക് കുറച്ച് നെയ്യെല്ലാം തടവിട്ട് ഇട്ടിട്ട് കുറേ സമയമൊന്നും വേണ്ട, അത് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വെച്ചാൽ തന്നെ നല്ല കട്ടിയായിട്ട് നമുക്കത് കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിടുമ്പോൾ കറണ്ട് പോയി. അപ്പോൾ ഒന്ന് ഷേപ്പെല്ലാം ഔട്ടായിട്ടുണ്ട്. നല്ല വൃത്തിയിട്ട് നല്ല ഷേപ്പിൽ നിന്ന് കിട്ടുന്ന സംഭവമാണ്. ഇത് നല്ല ടേസ്റ്റും ഉണ്ട്, കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. നമ്മളെ നാടൻ ഓർഗാനിക് ഒന്നും ഇല്ലാത്ത ചക്കയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.